ടി രാധാകൃഷ്ണനെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപം രാധാകൃഷ്ണനെതിരെ ഉയർന്നിരുന്നു. ഇതോടെയാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ നടപടി. കേരളത്തിലെ പ്രധാനപ്പെട്ട കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രാധാകൃഷ്ണൻ. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, വിശദാംശം. ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകൾ അന്വേഷിച്ച പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുത്തിരിക്കുന്നത്. ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ പി രാധാകൃഷ്ണനെയാണ് ഇപ്പോൾ ഇ ഡി നീക്കിയിരിക്കുന്നത്. കൈക്കൂലി അടക്കം നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും രാധാകൃഷ്ണനെതിരെ ഉയർന്നിരുന്നു. ഇതോടെയാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ നടപടി. ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ആ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. റെയ്ഡ് വിവരം ചോർത്തിക്കൊടുത്തു, അന്വേഷണങ്ങൾ അട്ടിമറിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ രാധാകൃഷ്ണനെതിരെ ഉയർന്നിരുന്നു. നേരത്തെ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസിൽ BJP അടക്കം അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് പ്രൊമോഷനോടുകൂടി ചെന്നൈയിലേക്ക് സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥൻ കൊച്ചിയിലേക്ക് തിരികെ എത്തുകയായിരുന്നു. 3 വർഷം മുൻപാണ് കൊച്ചി യൂണിറ്റിലേക്ക് തിരികെ എത്തുന്നത്. 5 വർഷം കൂടി സർവീസിൽ ശേഷിക്കുകയാണ് ഈ നടപടി. സർവീസിൽ തുടരുകയായിരുന്നെങ്കിൽ ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ള വലിയ പദവികളിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ കൈക്കൂലി അടക്കമുള്ള ആക്ഷേപങ്ങളിൽ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയ ശേഷമാണ് ഇ ഡി ഇപ്പോൾ ഇദ്ദേഹത്തെ നിർബന്ധിത വിരമിക്കലിലൂടെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത്. ശ്രീനഗറിലേക്ക് 3 മാസം മുൻപാണ് ഈ രാധാകൃഷ്ണനെ സ്ഥലം മാറ്റിയത്. ഈ സ്ഥലം മാറ്റലിനെതിരെ ട്രൈബ്യൂണലിനെ രാധാകൃഷ്ണൻ സമീപിക്കുകയും ഈ സ്ഥലമാറ്റം ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കശുവണ്ടി വ്യവസായ അനീഷ് ബാബുവിന്റെ അടക്കമുള്ള കേസുകളിൽ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇദ്ദേഹം അന്വേഷണം നടത്തിയിട്ടുണ്ട്. പിന്നീട് ആ ചുമതലയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ നീക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നു. ഡെപ്യൂട്ടി ഡയറക്ടറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊല്ലത്തെ കശുവണ്ടി വ്യവസായ കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇ ഡി അന്വേഷണ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അന്നും ഇ ഡിക്കെതിരെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രാധാകൃഷ്ണനെ നീക്കുന്നതോടെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഉണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഈ കൈക്കൂലി കേസിലടക്കം വിജിലൻസ് കേസ് വന്നതിന് പിന്നാലെ അന്ന് ആരോപണ വിധേയനായ അസിസ്റ്റന്റ് ഡയറക്ടറെ നോർത്ത് ഇന്ത്യയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതിനൊപ്പമാണ് ജമ്മു കാശ്മീരിലേക്ക് ഈ രാധാകൃഷ്ണനെയും സ്ഥലം മാറ്റുന്നത്. പക്ഷെ അന്ന് രാധാകൃഷ്ണൻ പ്രധാനമായും ട്രൈബ്യൂണലിന് മുന്നിൽ പറഞ്ഞത് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങളില്ല, സഹ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണമുള്ളത്, അവരെയാണ് ഇത്തരത്തിൽ സ്ഥലമാറ്റം ചെയ്തിട്ടുള്ളത്. തന്റെ പേര് ഇതിൽ ഉൾപ്പെട്ടത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു രാധാകൃഷ്ണൻ അന്ന് ട്രൈബ്യൂണലിൽ പറഞ്ഞത്. അന്ന് അനീഷ് തുടക്കത്തിൽ രാധാകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ കശുവണ്ടി വ്യവസായ അനീഷ് തന്നെ ആരോപണങ്ങൾ പിൻവലിക്കുകയും തനിക്ക് ആള് മാറിപ്പോയതാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് തന്നെ ഈ പല കേസുകളിലും ഇത്തരത്തിൽ കൈക്കൂലി ആരോപണങ്ങളും റെയ്ഡ് വിവരം ചോർത്തി നൽകി തുടങ്ങിയ ആരോപണങ്ങളും രാധാകൃഷ്ണനെതിരെ ഉയർന്നു വന്നിരുന്നു. ഈ കേസുകളിലൊക്കെ ഇ ഡി ഒരു ആഭ്യന്തര അന്വേഷണം ഈ സമയത്ത് നടത്തുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രാധാകൃഷ്ണനെയും ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റിയത്. പക്ഷേ രാധാകൃഷ്ണൻ ഇ ഡി നടപടിക്കെതിരെ തന്നെ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ നടപടി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ റവന്യൂ വിഭാഗം ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി നേടിയെടുക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ സർവീസിൽ നിന്ന് രാധാകൃഷ്ണൻ പുറത്താകുകയാണ്. 5 വർഷം കൂടി ശേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. തിരുവനന്തപുരം സ്വദേശിയായ മലയാളി ഉദ്യോഗസ്ഥൻ. ഇ ഡിയുടെ വളരെ പ്രധാനപ്പെട്ട പല കേസുകളും അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെതിരെയാണ് ഒരുപക്ഷെ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ജോയിന്റ് ഡയറക്ടർ ആകുമായിരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥരായിരുന്നു. ആ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇ ഡി പുറത്തിറക്കുന്നത്. സർവീസിൽ നിന്ന് നിർബന്ധിത വിരമിക്കലിന് ആവശ്യപ്പെടുകയായിരുന്നു. സർവീസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് പി രാധാകൃഷ്ണനെ.